രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു ബൃഹത് പദ്ധതിയുടെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്നതിന്റെ ആ ചടങ്ങിലെത്തിച്ചേർന്നാണ്. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനം ഈ വയനാട് ജില്ലയിലെ മുണ്ടക്കൈ, ചൂരൽമല, മറ്റു പ്രദേശങ്ങളിലൊക്കെ അതിദാരുണമാം വിധം പ്രളയത്തിൽ വളരെ ദാരുണമായി എല്ലാം നഷ്ടപ്പെട്ട പാവപ്പെട്ട ജനസമൂഹത്തിനു വേണ്ടി 105 വീടുകളുടെ ശിലാസ്ഥാപന കർമ്മം ഇന്ന് ബഹുമാനീയനായ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ പാണക്കാട് സെയ്ദ് സ്വാദിഖ് ശിഹാബ് തങ്ങൾ അതിന്റെ ഔപചാരികമായ ശിലാസ്ഥാപന കർമ്മം ഇന്ന് നിർവഹിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ ഒരു ബൃഹത് പദ്ധതി എന്നുള്ള നിലക്ക് അങ്ങ് മലപ്പുറം ജില്ലയിലെ അങ്ങേ അറ്റത്ത് നിന്ന് പെരിന്തൽമണ്ണയിലെ കരിങ്കല്ലത്താൻ താഴക്കോട് പ്രദേശത്ത് നിന്ന് ഞങ്ങൾ എത്തിയതാണ്. മുസ്ലിം ലീഗിന്റെ ഈ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റിതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ വലിയൊരു മുതൽക്കൂട്ടായി ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വിഭിന്നമായി മുസ്ലിം ലീഗ് നടത്തുന്ന ഈ ഒരു ബൃഹത് പദ്ധതി എല്ലാവർക്കും കൗതുകമേകുന്ന ഒരു സംരംഭമാണ്. അത് വയനാടിന്റെ ഒരു ചാനൽ എന്നുള്ള നിലക്ക് പ്രിയപ്പെട്ട രാജോട്ടന്റെ റിപ്പോർട്ടറായിട്ടുള്ള ഒരു ചാനൽ, മലനാട് ചാനലിന്റെ ഒരു അഭിമുഖത്തിന് പ്രിയപ്പെട്ട രാജോട്ടൻ ഞങ്ങൾ ക്ഷണിച്ചതിൽ വളരെ നന്ദിയുണ്ട്. ഇവിടെ ഈ കാണുന്ന ഈ സൈറ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ കുളിർമയേകുകയാണ്. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് ഏറെ അഭിമാന നിമിഷങ്ങൾ സമ്മാനിച്ച ഈ ഒരു ബൃഹത് സമ്പദ് പരിപാടിയിലേക്ക് അതിലെത്തിയാൻ കഴിഞ്ഞതിൽ അകമഴിഞ്ഞ സന്തോഷം. ഈ ഒരു പദ്ധതിയിലേക്ക് ഇന്ന് പങ്കെടുക്കുന്ന ഓരോരുത്തരും ഏറെ സന്തോഷവാന്മാരാണ്. ഈ ഒരു വയനാടിനെ ഏറ്റുപിടിക്കാൻ, വയനാട്ടിലെ പാവപ്പെട്ട സമൂഹത്തിനു വേണ്ടി താങ്ങും തണലുമാകാൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനം എന്നും ഉണ്ടാവുമെന്നറിയിക്കുന്ന ഈ ഒരു പദ്ധതിയിലേക്ക്, ഈ ഒരു പരിപാടിയിലേക്ക് എത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരായ STUവിന്റെ പ്രിയങ്കരനായ സംസ്ഥാന ഭാരവാഹി കൂടിയായിട്ടുള്ള AK നാസർ, അതുപോലെ തന്നെ പ്രിയങ്കരനായ ഞങ്ങളെ താഴക്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ കർമ്മോത്സകരായ പ്രവർത്തകർ കളത്തൽ സലാം, പ്രിയങ്കരനായ വാർഡ് മുസ്ലിം ലീഗിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് കൂടിയ സത്താർക്ക അടക്കമുള്ള ആളുകൾ അതിസന്തോഷവാന്മാരാണ്. ഈ പരിപാടിയിൽ സംസാരിക്കാൻ അവസരം നൽകിയ മലനാടൻ ചാനൽ രാജോട്ടനെ ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ ഒരു ചാനലിന് അഭിമുഖത്തിൽ ക്ഷണിച്ച പ്രിയപ്പെട്ട രാജോട്ടന്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.